ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പൊ ഞാൻ തുടക്കത്തിലത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ അമ്പലത്തിൽ പോയതൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിരുന്നു. അവിടെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേട്ടാ. കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ 15ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. 15 വർഷമായിരുന്നൊന്നും ഞങ്ങൾക്ക് തോന്നണില്ല, എന്നാലും 15ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗാണ് കേട്ടോ. എന്താ നടക്കാൻ നോക്കാം. പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് 30 വെള്ളി അമ്പലത്തിൽ. അപ്പൊ ഇന്ന് നമുക്ക് നോണൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇതുവരെ പ്ലാൻ ഇല്ല. ഇതുവരെ പോകണമെങ്കിൽ തന്നെ വല്ല സദ്യ കാര്യങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഞാൻ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ ഫുൾ എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ പെർഫെക്റ്റ് അങ്ങനെ ടൈലറൊന്നല്ല. ഞാൻ എൻ്റെതായ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സ്റ്റിച്ച് അടിവിട്ടത് അങ്ങനെയൊക്കെ തയ്ക്കാറുണ്ട്. ഒരു ചുരിദാർ 1-2 ചുരിദാർ ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഈ സ്ലീവൊക്കെ അവൻ്റെ ഞാൻ യൂട്യൂബിൽ നോക്കി തയ്ച്ചതാണ് കേട്ടോ. രസമുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഓണം സീരീസ് വ്ളോഗൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഓണം സീരീസ് തുടങ്ങിയപ്പോൾ മുങ്ങിപ്പോകേണ്ട ഒരു വ്ളോഗായിരുന്നു. ഞാനിത് എഡിറ്റ് ചെയ്യാൻ ആ സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കളയാനൊന്നും തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാതും മെമ്മറിയല്ല, ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനും അഭിച്ചേട്ടനും കൂടെ കാലത്ത് തന്നെ അമ്പലത്തിൽ പോകാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. അപ്പോൾ അഭിച്ചേട്ടൻ ചോദിച്ചത് എൻ്റെ പാൻറ്റും കോട്ട് സെറ്റും ഒന്നും അഭിച്ചേട്ടൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിന്ന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങിലാണ് കേട്ടോ ഒന്ന് പോയത്. മീൻസ് കളർ ഒരു കോൺട്രാസ്റ്റ് കൊടുത്തിട്ടാണ് പോയത്. അഭിച്ചേട്ടൻ ബ്ലൂ ഇടാൻ പറഞ്ഞു. ഞാൻ അഭിച്ചേട്ടൻ്റെ അടുത്ത് ഞാനൊരു ഗ്രീൻ, എനിക്ക് മെറ്റീരിയൽ ഞാൻ തൃശ്ശൂർ ക്യൂനിൽ നിന്ന് പോയി വാങ്ങിച്ചതാണ്. എനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ട് ഞാനത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനൊരു വെഡിങ് ആനിവേഴ്സറിക്ക് ഇടാന്നുള്ള രീതിയിൽ അങ്ങനെ വേഗം സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പതിവില്ലാണ്ടെന്ന് അവിടെ അമ്പലത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഒന്നും അങ്ങനെ ഫുഡ് ഉണ്ടാവാറില്ലേ, എന്തോ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. ആ ദിവസം ഫുഡ് ഉണ്ടായിരുന്നു. അത് ഏതൊരു ചേട്ടൻ അവിടെ നേർച്ച എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നോട്ടോ. അപ്പോൾ ബുള്ളറ്റിനുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ഞാൻ കുറേ നാളായിട്ടുണ്ട് ഈ ഒരു ഐറ്റം മേടിക്കണം എന്ന് വിചാരിക്കണേ. ജസ്റ്റ് ഒരു ട്രയലാണ് കേട്ടോ. നമുക്ക് സാരീസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റിയ ഐറ്റം കാണിച്ചിട്ടാ. പിന്നെ അധികം റേറ്റൊന്നുമില്ല, 399 കേട്ടോ. 200 ബിലോ ഉണ്ടായിരുന്നുള്ളൂ. കാണിച്ചേ. ഇങ്ങനത്തെ ബാഗ്സ് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഏതൊക്കെ ഐറ്റം അതിൻ്റെ ഉള്ളിലുള്ളതിന് ട്രാൻസ്പെറൻ്റ് ആണ് ഈ സൈഡ്, കണ്ടോ? മൂന്നെണ്ണത്തിൻ്റെ സെറ്റ്. നല്ലതാട്ടോ, മെറ്റീരിയലൊക്കെ നല്ലതാ. അങ്ങനെ ഭയങ്കര ലോ ക്വാളിറ്റി ഒന്നല്ല, നല്ലതാ. ഇൻഡസ്ട്രീസ് ഗുഡ്. സാരികളൊക്കെ കുറെ ഒന്ന് ഇടയ്ക്ക് വെയിലെത്തണം എന്നല്ല പറയാ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഈർപ്പവും കാര്യങ്ങളല്ല. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ സാധനങ്ങളിൽ ഈർപ്പം നിറഞ്ഞിരിക്കുക. അപ്പൊ ഇപ്പൊ വെയിലുണ്ട്. അപ്പൊ ആ വെയിലത്തൊക്കെ ഇട്ടിട്ട് മടക്കി വെക്കണം. ലിങ്ക് ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ആമസോണിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ലിങ്ക് ആരും ചോദിക്കാറില്ല, വെറുതെ. ഇനി അഭിച്ചേട്ടൻ കാണിച്ചു തന്നിട്ട് എനിക്ക് കുറച്ച് പണികളുണ്ട്. അലഖാൻ്റെ അടുക്കളയിൽ ഒതുക്കി വെച്ചിട്ടില്ല. ഞാൻ ഗോതമ്പ് ദോശയും ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പോയേ. ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇനി കഴിക്കണ്ട. അങ്ങനെ മൂക്കുത്തി സീ സിൽവർ നിറച്ച് പിമ്പിൾസ് വരുന്നുണ്ട്. പെട്ടെന്ന് വരുന്ന അവരൊക്കെ
എല്ലാ വർഷവും ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുന്നേ ഞാൻ വിചാരിക്കും കേട്ടോ, ആ ദിവസം എവിടേക്കെങ്കിലും ഒരു യാത്ര പോകണം. തനിയെ ഞാൻ അഭിച്ചേട്ടൻ മാത്രമായിട്ട് യാത്ര പോകണം എന്നൊക്കെ. എവിടെ നടക്കണു, നടക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഓഫീസ് ഉള്ള ദിവസമാണ്, നോർമൽ ഒരു ഡേ ആണ്. അഭിച്ചേട്ടൻ ഓഫീസിൽ പോയിട്ടോ, കാർ എന്തോ സർവീസിന് കൊടുത്ത ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഹാമി എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഹാമി എക്സാമിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും അനുഗ്രഹം മേടിക്കും. എന്താണെന്ന് അറിഞ്ഞുകൂടാ, അത് അനുഗ്രഹം മേടിച്ച് പോയാൽ അവൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവൾ എന്നും എക്സാമിൻ്റെ ദിവസം എന്നും അനുഗ്രഹം മേടിച്ചിട്ടാണ് പോവുക. അഭിച്ചേട്ടനാണെങ്കിൽ അനുഗ്രഹം കൊടുക്കാൻ ഭയങ്കര പറഞ്ഞാലും കാല് പുറത്തേക്ക് ഇട്ടിട്ട് അനുഗ്രഹം മേടിക്കാൻ അഭിച്ചേട്ടൻ ഓർമ്മപ്പെടുത്താറുണ്ട് കേട്ടോ. ഇതേ വണ്ടിയിൽ കാറിൽ കയറിയിരുന്ന എന്തെങ്കിലും സാധനം അഭിച്ചേട്ടൻ എടുക്കാൻ മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ കൊണ്ടുപോകാനുള്ള ബാഗ് വരെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ഹെൽമെറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ തലയിൽ ഇങ്ങനെ ഒരു മറ്റേ ക്യാപ്പ് വെച്ചിട്ട് ഹെൽമെറ്റ് വെക്കാമല്ലോ, അല്ലെങ്കിൽ ചൂടെടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അതേ ആമി എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അതെ അഭിച്ചേട്ടൻ രാജ ബൈ ബൈ പറഞ്ഞിട്ട് ഓഫീസിൽ പോയി. ബൈ. പരീക്ഷക്കാരി പരീക്ഷയൊക്കെ ഭയങ്കര ടഫാന്നാ പറയണേ. എല്ലാ എക്സാമും ടഫാ. ആദ്യമൊക്കെ പരീക്ഷ PSC-കാരെ പോലത്തെ ഒരു ചോദ്യങ്ങളെ ചോദിക്കണേ. സാധാരണ ടെക്സ്റ്റിലത്തെ ചോദ്യങ്ങൾ തന്നെ മനസ്സിലാവാത്ത ആദ്യം ഇതേപോലെ ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാവും? 11 മണിക്കാ 12 മണിക്കായിട്ട് ആ ഭാഗത്തേക്ക് വരുന്നേ. പുളിപ്പറമ്പിൽ വെച്ച് ഞാൻ കണ്ടേ 12 മണിക്ക് ആ സമയത്താണ് അച്ചാച്ചൻ്റെ അടുത്ത് അടുത്ത വാട്ടിക്കൊക്കെ വരാറ്. ഞാൻ പോവാറ്. അപ്പൊ അതിന് മുന്നേ കൂടെ വരില്ലേ? ആ അതാ പറഞ്ഞ 11 കഴിയുമ്പോൾ അവിടെ പോയി നിൽക്കണം. പച്ച കയ്യിലൊരു മഞ്ഞ കളർ നടിക്കും. റോസാപ്പൂ പന്നീർ വേറെ അല്ലേ? പനിനീർ മറ്റേ കല്യാണത്തിനൊക്കെ വരുന്നില്ലേ, റെഡ്. ഞങ്ങളുടെ സ്കൂളിന്റെ സമയത്ത് ഈ പൂവ്, ചെമ്പകം, പിന്നെ അടി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം ഉണ്ട്. പച്ച നിങ്ങളെല്ലാം പറയോ? കുഞ്ഞല്ലേ? ആ അല്ലിമാഷിനെ നാട്ടി അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെക്കും. കാണാൻ പാടില്ലേ തലയില് ഞാൻ ഇന്നലെ ആദീനെ വിളിച്ച് വരുന്ന സമയത്ത് ഞാൻ 12 മണിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ കളത്തോട് വെച്ച് പുളിപ്പറമ്പിൽ വെച്ച് വണ്ടി കണ്ടായിരുന്നു. ഉറപ്പല്ലേ ഈ സമയത്താന്ന്? തറവാട്ടിക്ക് 12 മണിയുടെ വരാറ്. നമുക്ക് ഷോപ്പിൽ പോകട്ടാ. അമ്മു വീഡിയോ കോൾ വിളിച്ചേക്കായിരുന്നു. അന്നത്തെ കല്യാണ പെണ്ണില്ലേ അമ്മൂസ്. അപ്പൊ എന്തോയോ ഹാവി ഇവിടെ വെച്ച്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്. അല്ല അപ്പൊ ഞാൻ അപ്പച്ചേട്ടനൊന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. തന്നെ ഞങ്ങളുടെ ഡേറ്റ്. അയ്യോ വീടിന്റെ ചാവി കാണാനില്ലല്ലോ ഗൈസ്. ഞാൻ ഷോപ്പിലെത്തിയിട്ടോ. ഷോപ്പിലെത്തിയപ്പോൾ സ്റ്റാഫിൻ്റെ വക ഒരു ചെറിയ കേക്കിൻ്റെ സർപ്രൈസും ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ.
കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഗ്രാൻഡായിട്ടുള്ള ഫുഡ് കഴിക്കാനൊന്നും പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്ചേട്ടൻ ഒരു സൈറ്റിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്ചേട്ടൻ എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് തന്നെയുള്ള ടീ കടയിൽ കയറിയിട്ട് പാനിപ്പൂരി കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ പാനിപ്പൂരി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നോ പറയാറില്ല. നമുക്ക് വേറൊരു ദിവസം പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് ഡിന്നർ കഴിക്കാൻ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാനിപ്പൂരി കഴിച്ചു. ഇതിന് എനിക്കൊരു മടുപ്പില്ല എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ടീ കടയിലത്തെ പാനിപ്പൂരി ഇപ്പോൾ എന്തോ എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് തോന്നാറില്ല. ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് പോകാനേ നമുക്ക് ആ സമയത്ത് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പാനിപ്പൂരി ഇതൊക്കെ കഴിച്ചു. അബ്ചേട്ടൻ ജസ്റ്റ് ഒരു ചായയും എന്തോ ഒരു സ്നാക്കും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഒരു ദിവസം പോവില്ല. ഓൾവേസ് അങ്ങനെയാണ്. എൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ, നമ്മൾ എങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ആ ദിവസം പോവാറില്ല. അത് കഴിഞ്ഞ് ആദീനെ വിളിക്കാൻ വന്നു ഞാൻ. അപ്പോഴേക്കും ആമി എത്തിയിട്ടോ. ആമിക്ക് അന്നത്തെ കോമ്പറ്റീഷന് പോയതിൻ്റെ കുഴപ്പമില്ല. ഞാൻ അശ്വത് രമേശത്തെ കളർ ഇട്ട് എത്ര പിന്നാലെ നടത്തുന്ന അറിയാം. പിങ്ക് ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഫ്ലോറൽ പ്രിന്റ് വരുന്നത്, ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ളത്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് ഇതാ കിട്ടിയേ, അപ്പൊ എനിക്ക് ഇതിന്റെ പിങ്കാ കിട്ടിയേ. പക്ഷെ ഞാനത് പിങ്ക് എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഞങ്ങൾക്ക് ഒരുപോലത്തെ വേണം. എന്നിട്ട് ഞാനത് കൃഷ്ണപ്രിയക്ക് കൊടുത്തു, കൃഷ്ണപ്രിയ അവൾക്ക് കൊടുത്തു. എന്നിട്ട് കൃഷ്ണാന്താരിയാണിത് ഒരുപോലെ കിട്ടി. അച്ചുവിന്റെ പിറന്നാളായിരുന്നു. ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ആരും വിശ്വാസം പറയാൻ പറഞ്ഞില്ലേ? ശ്രീലക്ഷ്മി പറയാൻ പറഞ്ഞു. അങ്ങനെ അമീരുടെ അടുത്ത് വിശേഷം പറഞ്ഞിരിക്കുക. അബ്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു കാറ് സർവീസൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്, അപ്പോൾ അത് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ അപ്പം റെഡി. എനിക്ക് അബ്ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ബൈക്കുമൊക്കെ കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, സൈറ്റിലേക്ക് പോകാൻ വിളിച്ചാലും ഞാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ സർവീസ് സെൻറ്ററിൽ ഇപ്പോൾ അബ്ചേട്ടൻ ഇട്ട ഡ്രസ്സും അവിടെ സർവീസ് സെൻറ്ററിലത്തെ എല്ലാവരുടെയും യൂണിഫോമും സെയിം ആയിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ തറവാട്ടമ്പലത്തിൽ പോയിട്ടോ. തറവാട്ടമ്പലത്തിൽ പൂജയുടെ ദിവസമായിരുന്നു. ഇവിടെ എല്ലാ മാസം 30 വെള്ളിയുടെ അന്നാണ് ഇവിടെ പൂജ ഉണ്ടാവാറ്. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിട്ടോ. വളർന്നു വലുതായി ഞാൻ ഹീലിട്ടു. ഹീലിട്ടിട്ട് ഇപ്പൊ എന്റെ ഇവിടെ പിടിച്ചിരിക്കണേ. ശരി, പുതിയ കഴിയും. ഞാൻ ഹീലല്ല കേട്ടാ, ഞാൻ ഹീലല്ല, അത് ഫ്ലാറ്റ്സാ. ഹീൽസ് മാത്രം നല്ലതാ. അങ്ങനെ പിന്നെ ആദ്യം ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോയത്. ട്യൂഷൻ ക്ലാസ് എന്ന് പറയുന്നത് അബ്ചേട്ടൻ്റെ തറവാട് തന്നെയാണ്. അവിടെ നിന്ന് ആദ്യം വിളിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയിട്ടോ. സാധാരണ ഇവിടെ അമ്പലത്തിൽ അധികം ആൾക്കാരൊന്നും 30 വെള്ളിയിടന്ന് ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേരും കൂടുതലായിരുന്നു. നല്ല ബഹളമായിരുന്നു കേട്ടോ. പിള്ളേരുടെ അടുത്തൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, അവരൊരു ഗെറ്റ് ടുഗദർ പോലെ കാണുന്നത്. ഭയങ്കര ബഹളം തന്നെയായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ നല്ല രസമാണ് കേട്ടോ തറവാട്ട് അമ്പലത്തിൽ പോകാനായിട്ട്. കാരണം 30 വെള്ളിയുടെ അന്നാണ് നമ്മളെല്ലാവരും ഒന്ന് കാണാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ നേരിട്ട് കാണലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പതിവിലും വിപരീതമായിട്ട് ഇപ്രാവശ്യം ദുബായിൽ നിന്നും പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും പുറത്തുള്ളവരാണ്. അപ്പോൾ ഓണായിട്ടൊക്കെ എല്ലാവരും നാട്ടിലുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കണ്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മൂൻ്റെ ഹസ്ബൻഡും, അപ്പോൾ അവർ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് തറവാട്ടമ്പലത്തിൽ വന്ന് അവരുടെയും പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോയത്. അങ്ങനെ അവർക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ സിസ്റ്റർ ലൈക്കാണ് എനിക്ക് അമ്മു. അപ്പോൾ അവരെയും കൊണ്ടുവന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ഗ്രില്ലാക്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ നാളായി ഗ്രില്ലാക്സിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കരുതി ഞങ്ങൾ അവിടെ പോയി. ഞങ്ങളൊരു പ്ലാറ്ററാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാകുമ്പോൾ എല്ലാതും ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് വിളിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോകാമെന്ന്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മാത്രം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അമ്പലത്തിലത്തെ പൂജ കഴിയാൻ ഇന്നത്തെ ദിവസം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തുള്ളൊരു ഹോട്ടലിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഗ്രില്ലാക്സിലാണ് പോയത്. നമുക്ക് അധികം ദൂരമില്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഭൂരിഭാഗം ആൾക്കാർക്ക് നോണാണ് താല്പര്യം ഉണ്ടാവുക. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്ലാറ്ററൊക്കെ വന്നു. ആകെ ഒരു പുക മയമായിരുന്നു. ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തു. ഫുഡൊക്കെ ഒരു എബവ് ആവറേജ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഒന്നല്ല, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മോയിത്തോ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് അവിടെ പറയും ചെയ്തു കേട്ടോ. വയറ് ഫുള്ളായി. ഞങ്ങൾക്ക് മൊജിറ്റോസ് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. സിറപ്പിന്റെ ടേസ്റ്റ് അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞില്ലേ അവരുടെ അടുത്ത്. ഞങ്ങൾ വീടെത്തി ഗൈസ്.
ഞങ്ങൾ ഇനി ചാച്ചാ പോവാണ്. ഞങ്ങൾ അവരെ വീട്ടിൽ ഇറക്കി. ഞങ്ങൾ റൗണ്ടിൽ പോവാന്ന് വിരിച്ചു. പക്ഷെ അവിടെ ഈ ലൈറ്റൊക്കെ പോയി. അപ്പോൾ പിന്നെ ഇനി ആ സമയത്ത് അവിടെ പോയിരുന്നത് ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.